മലപ്പുറം എടവണ്ണപ്പാറയിലെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ ചൊല്ലിയുള്ള തർക്കം. ബസ് ഡ്രൈവറായ നാസറിനെ കൊല്ലപ്പെട്ട സാജിമലി ഫോണിൽ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ സാജിമലിയുടെ തലയ്ക്ക് പരിക്കേറ്റു. ഇതാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. ഒരു മർഡർ കേസ് അന്വേഷണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക് ആർട്ടിക്കൽ വന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പിന്നെ നമുക്ക് വലിയാവും. ജോലി ചെയ്യുന്ന ഇടത്തിൽ ഏതോ തിരക്കുണ്ട്, രണ്ടാൾക്കും തിരക്കുണ്ട്. അതിന് വിരോധത്തെ കൊണ്ടിട്ട് ഈ സംഭവം ആയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പ്രതികൾ ഇന്ന് കൂടുതൽ അന്വേഷണം ചെയ്യണം. ക്യാമറ എല്ലാം നോക്കുന്നുണ്ട്. കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് പിന്നെ ജംഷീർ ഒടിഞ്ഞുകൊണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ജംഷീർ, ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വിവരം. ഈ പോലീസിന്റെ ഇനിയുള്ള അന്വേഷണ പുരോഗതി അതെങ്ങനെ? വർഷ, ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വാഴക്കാട് പോലീസ് സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ സാജിം അലി ഈ ബസ് ഡ്രൈവറായ നാസറിനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് നാസർ ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. ഈ ബസ്സിൽ സാജിം അലി ക്ലീനറായി ജോലി നോക്കിയിരുന്നു. അതേസമയം തന്നെ മറ്റൊരാളെ താൽക്കാലികമായി ജോലിക്ക് ക്ലീനറായി ജോലിക്ക് കയറ്റിയിരുന്നു. അയാളെ വീണ്ടും 2 ദിവസം കൂടി അയാളുടെ ജോലി നീട്ടിക്കൊടുത്തതിലുള്ള വൈരാഗ്യമാണ് ഈ സാജിം അലി നാസറിനെ ആക്രമിക്കാൻ കാരണമായത്. നാസറിനെ ഈ വാഴക്കാട്ടെ ബസ് സ്റ്റാൻഡ് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഫോണിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആക്രമിക്കുകയായിരുന്നു. ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഈ നാസർ ജാസിമിനെ ആക്രമിക്കുകയും അതിനിടെ തലക്ക് പരിക്കേൽക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. നാസറിനെ പിന്നീട് ബഹളം കേട്ട് കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാസറിന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഈ ജാസിം അലിയെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ തലക്കേറ്റ മർദ്ദനത്തെ തുടർന്ന് ആണ് മരണകാരണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.